ഹായ് ഗൈസ്, നമ്മുടെ റീനീറ്റ് സീരീസിൻ്റെ ഫസ്റ്റ് വീക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് വീക്കിൻ്റെ ഒരു റിവ്യൂ, നമുക്ക് എവിടേക്കാണ് പാളിപ്പോയത്, എവിടേക്കാണ് നമ്മൾ സക്സസ് ആയത്, സെക്കൻഡ് വീക്കിൻ്റെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമുക്ക് ആദ്യമേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ തുടങ്ങാം. എല്ലാവരും പറയാറുണ്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഹാർഡസ്റ്റ് എന്ന്. ഈ ഒരു സീരീസ് തുടങ്ങിയതിലൂടെ ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹാർഡസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങിയത് കൊണ്ട് ഞാനൊരു 7-8 ചാപ്റ്റർ ഇതിനോടകം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അത്രയും പോലും ഒരു പ്രോഗ്രസ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇനി അടുത്ത് നമുക്ക് എവിടേക്കാണ് പാളിപ്പോയത്, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തത് നടക്കാതെ പോയത് എവിടേക്കാണെന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഫസ്റ്റ് ഡേ മുതൽ വർക്കൗട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ബോഡി വർക്കൗട്ട്. നമ്മളിപ്പോൾ റീനീറ്റ് പഠിക്കുന്ന സമയം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു 10 മണിക്കൂറിലധികവും ഇരുന്നുകൊണ്ടാണ് നമ്മുടെ 24 മണിക്കൂർ ഒരു ദിവസത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സിറ്റിങ് കാരണം നമുക്ക് ഹിഞ്ച് ബാക്ക് അഥവാ ടെക്കീസ് നെക്ക് എന്ന് പറയുന്ന നമ്മുടെ ലംബർ റീജിയൻ കുറച്ച് കർവ്ഡ് ആകുന്നൊരു ചെറിയ കർവ് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും ലോവർ ബാക്കിലായിട്ട് പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റ് എന്നുള്ളൊരു അതും ഇതുപോലൊരു കർവ് വരുന്നൊരു സിറ്റുവേഷനാണ്. ഇത് രണ്ടും ഒഴിവാക്കണമെങ്കിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് സ്ട്രെച്ചിങ്ങും ചില മസിൽസൊക്കെ നമുക്ക് സ്ട്രെങ്തൻ ആക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയുള്ള വർക്കൗട്ട് ഫസ്റ്റ് ഡേ മുതൽ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാതെ പോയി. പിന്നെ അത് കഴിഞ്ഞുള്ളത് ഡെയിലി 100 MCQ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതും ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ വൺ വീക്കിൽ ഒരു തവണ പോലും ആ ടാർഗറ്റ് കംപ്ലീറ്റ്ലി അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അതും ഒരു ഫെയിലറായിരുന്നു. ഇനി എനിക്ക് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ചാലഞ്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു നമ്മളൊരു ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നതനുസരിച്ചിരിക്കും നമ്മളെ ആ ദിവസത്തെ പ്രോഗ്രസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സ്പോർട്സ് വേണമെങ്കിലും എടുത്ത് നോക്കിയാൽ മതി. അത്ലറ്റിക്സ് എടുത്ത് നോക്കിയാൽ അതിൽ റേസിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളായിരിക്കും ഏറ്റവും നന്നായിട്ട് ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അതുപോലെ ക്രിക്കറ്റ് എടുത്ത് നോക്കിയാൽ പവർ പ്ലേയിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ടീമായിരിക്കും ആ ഗെയിം നല്ലപോലെ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുപോലെ ഫുട്ബോളിലാണെങ്കിലും അതെ, ഏറ്റവും ആദ്യം ഗോളടിക്കുന്ന ടീമിന് ആ ഒരു ഗെയിമിൽ എങ്ങനെയായാലും ഒരു ആധിപത്യം ഉണ്ടായിരിക്കുന്നതാണ്. സോ വിന്നിങ് ദ ഡേ ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വിന്നിങ് ദ ഡേ എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേറ്റിട്ട് ആദ്യമേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. എഴുന്നേറ്റ് ആദ്യമേ കുറച്ച് പ്രോഗ്രസീവായിട്ടുള്ള, കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നമ്മളൊരു അമേരിക്കൻ നേവി സീൽ ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടാവും. അതായത് ഇഫ് യു വാണ്ട് ടു വിൻ ദ വേൾഡ് സ്റ്റാർട്ട് മേക്കിംഗ് യുവർ ബെഡ്. അതായത് നിങ്ങൾക്ക് ലോകത്തെ കീഴടക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബെഡ് ഒരുക്കിക്കൊണ്ട് തുടങ്ങുക. കേൾക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും. എന്നാലും നമ്മൾ എഴുന്നേറ്റിട്ട് ആദ്യമേ ചെയ്യുന്ന ആ ഒരു കാര്യം, നമ്മുടെ അലങ്കോലമായി കിടക്കുന്ന ഒരു ബെഡ് അത് വൃത്തിയാക്കി പ്രോപ്പറായിട്ട് അടുക്കി വയ്ക്കുക എന്നുള്ളത് ആ ഒരു ദിവസത്തെ പ്രോഗ്രസീവായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ്. ഇറ്റ് ക്യാൻ കൺവിൻസ് അവർ ബ്രെയിൻ വെരി വെൽ. നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും. ഇനിയുമുള്ള പ്രൊഡക്റ്റ് ചെയ്യാനായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ദിവസത്തെ ഏറ്റവും ആദ്യത്തെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് ഫെയിലായി പോയ ദിവസങ്ങളിൽ ഞാൻ ആദ്യമേ ചെയ്ത കാര്യം, ബെഡിൻ്റെ അടുത്ത് പില്ലോയുടെ അടുത്ത് ഫോൺ വെച്ചു. രാവിലെ എഴുന്നേറ്റ വഴിയെ ഇച്ചിരി നേരം ഫോൺ നോക്കാമെന്ന് കരുതി ഫോൺ എടുത്താണ്. അന്നത്തെ ദിവസം ഫുള്ള് പോയി. പിന്നെ ഇതുകൂടാതെ എനിക്ക് ഈ സീരീസിൽ നിന്ന് മനസ്സിലായ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 10 മിനിറ്റ് ഫോൺ നോക്കാമെന്ന് കരുതിയാൽ ആ 10 മിനിറ്റ് കൂടെ വേറൊരു 2 മണിക്കൂർ കൂടെ പോകും. ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ മനസ്സൊക്കെ ഒരുക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരു 10 മിനിറ്റ് എന്ന് കരുതി നിങ്ങൾ ഫോൺ എടുക്കുന്നത് നിങ്ങളുടെ അന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രോഗ്രസ്സിനെ, പ്രൊഡക്ടിവിറ്റിയെ നല്ലപോലെ ബാധിക്കും. ഇതിനെയൊക്കെ ഞാൻ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാം ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. യൂട്യൂബ് ഇന്ന് ഡീആക്ടിവേറ്റ് ചെയ്തു 2 ഡിവൈസിലും. പിന്നെ ഫോണിൽ പാരൻ്റൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, പാരൻ്റൽ കൺട്രോൾ ഇനേബിൾ ചെയ്തു. എന്നിട്ട് അത് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ടിന് അതിൻ്റെ കൺട്രോൾ കൊടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഫുൾ കൺട്രോൾ, നമുക്ക് ഏതൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, ഏതൊക്കെ ആപ്പ് നമ്മൾ എത്ര നേരം ഉപയോഗിക്കുന്നുണ്ട്, ഫോൺ ലോക്കാക്കാൻ കഴിയും, അങ്ങനെയുള്ളൊരു റിമോട്ട് കൺട്രോൾ നമ്മൾ പുള്ളിക്കാരുടെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞത് കാരണം ആൾക്ക് നമ്മുടെ ഫോൺ യൂസേജ്, ഡിവൈസ് യൂസേജ് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ സീരീസിൻ്റെ പഠിക്കുന്ന നമ്മുടെ ഫോൺ യൂസേജ്, ഫോൺ അഡിക്ഷൻ നല്ല രീതിയിൽ കൺട്രോൾ ആകുന്നുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് വീക്കിൻ്റെ ഗോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഐ ആം പ്ലാനിങ് ടു ഫിനിഷ് ദ എൻ്റയർ ടോപ്പിക് ബൈ ദിസ് വീക്ക്. കാരണം
എൻ്റെ ടോപ്പിക് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് എല്ലാ ടോപ്പിക്കും ആദ്യം മുതൽ ഒന്നേന്ന് പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു. 17 ഫിസിക്സ് ചാപ്റ്റർ, 5 കെമിസ്ട്രി ചാപ്റ്റർ അല്ലെങ്കിൽ 6 കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ആയിരുന്നു ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ പകുതിയിലധികവും അല്ലെങ്കിൽ പകുതിയോളവും ഫിനിഷായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണിപ്പോൾ. ഇനി ഒരു 7 ദിവസം ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു വീക്ക് ഡോപ്പയുടെ ഒരു എക്സാം വരുന്നുണ്ട്. ആ ഒരു എക്സാം സീരീസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള 1 വീക്കിൻ്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയാം. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.